ഈ ഭൂമിയിൽ ഒരാൾക്ക് വേറൊരാളുടെ കാതിനെ കോരിത്തരിപ്പിക്കാൻ പറ്റിയ വാക്കാണ് ആ വാക്ക്, അല്ലേ? ഐ ലവ് യു. ഓക്കെ, ഞാൻ നേരത്തെ പാട്ട് പാടിയില്ലേ അവിടെ, സിദ്റത്തുൽ മുൻതഹ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പ്രസംഗം തുടങ്ങുന്ന സമയത്ത് അവളെ കൊണ്ട് ഒരു പാട്ടിലെ 2 വരി പാടിപ്പിക്കണം എന്ന്. അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ നേരത്തെ പാടിയില്ലേ, ആ പാട്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര അത്ഭുതമായി. കാരണം ഞാൻ വിചാരിച്ചത് ഏത് പാട്ടാണോ അതാണ് അവൾ പാടിയത്. കാരണം മലയാളത്തിൽ ഇറങ്ങിയ അവളെവിടെ ഇരിക്കണേ അതല്ലേ? താങ്ക് യു സിദ്ര, താങ്ക് യു. യു ആർ ബ്ലെസ്ഡ്, എ ഗിഫ്റ്റഡ് പേഴ്സൺ. മലയാളത്തിലിറങ്ങിയ പ്രണയഗാനങ്ങളിൽ ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു കൂട്ടത്തിലെ പാട്ടാണ് ആ പാട്ട്, തീരമേ തീരമേ എന്നുള്ള പാട്ടില്ലേ, കേട്ടതല്ലേ? ആ പാട്ടിൽ സാധാരണ പ്രണയഗാനങ്ങളിലൊന്നും ഉപയോഗിക്കാത്ത 2 വാക്കുകളുണ്ട്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത 2 വാക്കുകൾ ആ പ്രണയഗാനത്തിലുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ 2 വാക്കുകൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ശരണാലയം, ഇവിടമോ ശരണാലയം. രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയോ? കരുണാകരം, നീ തരും കരുണാകരം, കരുണയുടെ കൈകൾ. ഒന്ന് ശരണം എന്നാണ്, രണ്ടാമത്തേത് കരുണ എന്നാണ്. സാധാരണ പ്രണയഗാനങ്ങളിൽ ഇല്ലാത്തതാ. സത്യത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? കരുണയുള്ള സ്നേഹം, നമുക്ക് അഭയമായി മാറുന്ന സ്നേഹം. വേറെ എന്തില്ലാതെയും ജീവിക്കാം. ഇങ്ങനെ ഒരാളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ വീൽ ചെയറിലിരിക്കുന്ന ആളുകളുടെ ഒരു സംഗമത്തിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട്. വീൽ ചെയറിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല, നട്ടെല്ല് പൊട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അത്രയും കുറേ ആളുണ്ട്. അവരോടൊരു ചോദ്യം ചോദിച്ചു. അവരോട് ചോദിച്ചു, നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യം എന്താണ് ജീവിതത്തിൽ? ഇല്ലാതായി പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന കാര്യം എന്താണ്? ആരോടെ ചോദിക്കണേ? കയ്യിന് സ്വാധീനമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, കഴുത്തിൻ്റെ താഴേക്ക് ഒരനക്കവുമില്ലാത്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇല്ലാതായി പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊതിക്കുന്ന കാര്യം അവർ പറഞ്ഞത് കൂട്ട് എന്നായിരുന്നു. കൂട്ട്. കൈയില്ല, കാലില്ല, കണ്ണില്ല, കാതില്ല, അടിപൊളിയായിട്ട് ജീവിക്കും. എത്ര ആളുകളെ കാണിച്ചു തരണം? കഴുത്തിന് കീഴ്പോട്ട് സ്വാധീനമില്ലാതെ ആനന്ദത്തോടെ ജീവിക്കുന്ന എത്രയേറെ മനുഷ്യരുണ്ട് എന്നറിയാം. എന്നാൽ നമ്മളൊന്ന് തളരുമ്പോൾ, നമുക്ക് ചായാനൊരു തോളില്ലെങ്കിൽ, നമുക്കൊരു സങ്കടം വരുമ്പോൾ അതൊന്ന് പറഞ്ഞ് കരയാനൊരു മനുഷ്യനില്ലെങ്കിൽ ജീവിതം വല്ലാത്ത മരുഭൂമിയായി മാറും. അതുകൊണ്ട് മലയാളത്തിൽ ഏറ്റവും രസമുള്ള വാക്കുകളിൽ ഒരു വാക്ക് ഏതാണെന്നറിയോ? കൂട്ട്. കൂട്ട്. അതുകൊണ്ടാണ് ഈ പ്രണയഗാനത്തിൽ ഉപയോഗിച്ച വാക്കുകൾ സാധാരണ പ്രണയഗാനങ്ങളിൽ ഉപയോഗിക്കാത്ത 2 വാക്കാണ്. ഒന്ന് കരുണ എന്നുള്ള വാക്കാണ്. കാരണം മനുഷ്യനെ സന്തോഷം കൊണ്ട് കരയിപ്പിക്കുന്ന കാര്യമാണ് കരുണ. ഈ കണ്ണീരില്ലേ, സങ്കടം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, സങ്കടം വരുമ്പോൾ മാത്രം പൊട്ടി ഒഴുകുന്നതുമല്ല. സന്തോഷം കൊണ്ട് കരയാനുള്ള എത്ര കാരണങ്ങളുണ്ട് അറിയോ ജീവിതത്തിൽ, അല്ലേ? സങ്കടം കൊണ്ട് മാത്രമല്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. സന്തോഷം കൊണ്ട് പുറപ്പെടാനൊരുങ്ങുന്നൊരു വലിയ കടൽ നമ്മുടെ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. CV ബാലകൃഷ്ണൻ എന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട് മലയാളത്തിൽ. നല്ല കഥകൾ എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്.
ഒരു ചെറിയ മോളുടെ കഥയാണ്. ഒരു പെൺകുട്ടി, അവൾ സ്കൂളിലേക്ക് പോകുന്നത് ചോറ്റുപാത്രവുമായിട്ടാണ്, ഭക്ഷണമായിട്ടാണ് പോണത്. അപ്പോൾ ഒരു ദിവസം ചോറ്റുപാത്രമായിട്ട് പോകുന്ന സമയത്ത് ദുഷ്ടനായൊരു മനുഷ്യൻ അവളുടെ നേരെ ചാടി വീണ് അവളുടെ ചോറ്റുപാത്രം തട്ടിപ്പറിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുക അയാൾ. അപ്പോൾ അവളിതിങ്ങനെ നോക്കി നിൽക്കുക, അവൾക്ക് പേടിയൊന്നുമില്ല. അയാളെങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അയാൾ ചോദിക്കണം എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കണേ, പേടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേ. അപ്പോൾ അവൾ പറഞ്ഞു, വേഗം കഴിക്ക്, എന്നിട്ട് പാത്രം തിരിച്ചു താ, പാത്രം ഇല്ലാതെ ചെന്നാൽ അമ്മ വഴക്ക് പറയൂ. അപ്പം അയാൾ വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങുക. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ആ പാത്രം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവളൊരു ചോദ്യം, എന്താണെന്നറിയോ? ഇത്രയും വലിയ വയറ് നിറയാൻ ഇത്ര കുറച്ച് ഭക്ഷണം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടെ കൊണ്ടുവന്ന് തരാം. ആ കഥയുടെ അവസാനം CV ബാലകൃഷ്ണൻ എഴുതിയത് എന്താണെന്നറിയോ? മുറിവേറ്റ മൃഗം പോലെ കരഞ്ഞുകൊണ്ട് അയാൾ ഓടിപ്പോയി. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് മനുഷ്യനെ കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. സന്തോഷം കൊണ്ട് മനുഷ്യനെ കരയിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, അത്രയും നല്ല രസമുള്ളൊരു സിനിമയാണ്. തുർക്കിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ പേര് മൊയ്സെ എന്നാണ്. മൊയ്സെ, അറബിയിൽ മൊയ്ജിസത്ത് എന്ന് പറയില്ലേ, അതാണ് മൊയ്സെ. അതെന്താ സംഭവം എന്നറിയോ? ഒരു താഴ്വരയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ, ഒട്ടും നാഗരിക സ്വഭാവങ്ങളൊന്നുമില്ല, തനി നാട്ടിൻപുറത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ, കുട്ടികൾക്ക് പിന്നെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മാഷെ സർക്കാർ അങ്ങോട്ട് നിയോഗിച്ചു. ഒറ്റ മാഷ, ഏകാധ്യാപക വിദ്യാലയമാണ്. അങ്ങനെ അയാൾ ഒറ്റയ്ക്ക് ഒരു സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് എത്തുകയാണ്. സ്കൂളില്ല, എന്നിട്ട് സ്കൂളും അദ്ദേഹം ഉണ്ടാക്കണം, മാഷായിട്ട് ജോലിയും ചെയ്യണം. അങ്ങനെ ആ നാട്ടുകാരുടെ സഹായത്തോടെ അയാളൊരു സ്കൂളൊക്കെ തുടങ്ങി. ആ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ച് കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുക. ആ നാട്ടിലൊരാളുണ്ട്, ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പാവം മനുഷ്യൻ. കുറേ പ്രായമുണ്ട്, 10-30 വയസ്സുണ്ട്, പക്ഷേ ഒരു 4 വയസ്സുള്ള കുട്ടിയെ പോലെയാണ്. അസീസ് എന്നാണ് അവൻ്റെ പേര്. അവനാകെയുള്ളത് ഒരു കുതിര. ആ കുതിരയാണ് അവൻ്റെ ജീവൻ. ആ കുതിരയും തെളിച്ച് അങ്ങനെ നടക്കും. അവനെ മനസ്സിലാക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് ആ കുതിര മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ അവന് ഒരു പരിഹാസ കഥാപാത്രമാണ്. കുട്ടികളൊക്കെ അവനെ കല്ലെടുത്തെറിയും, കളിയാക്കും. അങ്ങനെ ആരാലും പരിഗണിക്കപ്പെടാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് അസീസ്. ഈ മാഷില്ലേ, മാഷ് എന്തിനാ വന്നത്? കുട്ടികളെ പഠിപ്പിക്കാനാ. പക്ഷേ ഈ മാഷ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? കുട്ടികളൊക്കെ പഠിപ്പിച്ച് കുട്ടികളൊക്കെ വീട്ടിൽ പോയാൽ രാത്രി സ്കൂള് ഒഴിഞ്ഞു കിടക്കും, മാഷ് അവിടെ കിടക്കുക. ആ സമയത്ത് മാഷ് എന്താ ചെയ്യാന്നറിയോ? അസീസിനെ സ്കൂളിലേക്ക് വിളിക്കും. എന്നിട്ട് അസീസിന് ഓരോരോ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അലീഫ്, ബാ, താ, ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. വീടിൻ്റെ ചിത്രം വരക്കാൻ പഠിപ്പിക്കും. വാപ്പയുടെയും ഉമ്മയുടെയും ചിത്രങ്ങൾ വരക്കാൻ പഠിപ്പിക്കും. അസീസ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ ചെറിയ ചിത്രങ്ങൾ വരക്കുന്നു. സ്വന്തം പേരെഴുതാൻ പഠിക്കുന്നു, കൂട്ടുകാരുടെ പേരുകൾ എഴുതാൻ പഠിക്കുന്നു, അയൽക്കാരുടെ പേരുകൾ എഴുതാൻ പഠിക്കുന്നു. അങ്ങനെ പാതിരാത്രിയിൽ ആ സ്കൂളിലിരുന്നിട്ട് അസീസിന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ മാഷെ ഒരു ദിവസം അസീസിൻ്റെ വാപ്പയും ചങ്ങാതിയും അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാഷ് അസീസിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം കാണുക. ഓക്കെ, അപ്പോൾ അസീസിൻ്റെ വാപ്പ ആ വാപ്പയുടെ കൂട്ടുകാരനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അത് വല്ലാത്തൊരു വാക്കാണ്. ആ സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ള വാക്കാണ്. എന്താണെന്നറിയോ? എടാ, ആ മാഷില്ലേ, ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. ഹൃദയം കൊണ്ട് ലോകത്തെ കാണുന്ന മനുഷ്യനാണ്.
ഹൃദയം കൊണ്ട് ലോകത്തെ കാണുന്ന മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്, കുറേ വാപ്പമാരും ഉണ്ട്. പടച്ചോൻ്റെ അനുഗ്രഹമായി അവർക്ക് കിട്ടിയ ഒരു കുഞ്ഞുണ്ട്, സ്പെഷ്യൽ. അങ്ങനെ പറയാം. എന്താണ് ഈ സ്പെഷ്യൽ? എന്താണ് ഈ സ്പെഷ്യൽ? സ്പെഷ്യലായി പടച്ചോൻ്റെ കെയറിങ് കിട്ടിയ കുട്ടികളാണ്. അതാണ് സ്പെഷ്യൽ. അവർക്ക് സ്പെഷ്യലായി എന്തോ ആവശ്യമുണ്ട്, അതാണ് സ്പെഷ്യൽ. സ്പെഷ്യലായി അവർക്ക് എന്തോ കുറവുണ്ട് എന്നല്ല, സ്പെഷ്യലായി അവർക്ക് എന്തോ ആവശ്യമുണ്ട് എന്നാണ്. അതാണ് സ്പെഷ്യൽ. ഒരിക്കൽ സ്പെഷ്യലായൊരു കുട്ടിയെ കിട്ടിയ ഒരു വാപ്പയും ഉമ്മയും ഒരു ദിവസം വന്ന ഒരു അനുഭവമുണ്ട്. അവർക്ക് വലിയ സങ്കടമാണ്. കാരണം ഈ കുട്ടിക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് മറ്റ് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ പ്രത്യേകിച്ച് അതിന് പരിഹാരമൊന്നുമില്ല. മാറും സുഖാവും എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ആ കുട്ടി അങ്ങനെയാണ് പഠിച്ചവൻ ആ കുട്ടിയെ തന്നിട്ടുള്ളത്. ഇനി പിന്നെ എന്താ അവരോട് പറയാ? അപ്പം മനസ്സിൽ വന്നൊരാശയുണ്ട്, അതവരോട് പറഞ്ഞു. അതിങ്ങനെയായിരുന്നു. പഠിച്ചവന് ഈ കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, വാവ എന്നാണ് ആ കുഞ്ഞിന് പേരെന്ന് വിചാരിക്കുക. വാവ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ പഠിച്ചവൻ സൃഷ്ടിക്കുമ്പോൾ പഠിച്ചവൻ ആ കുട്ടിയോട് അത്രയും സ്നേഹമാണ്, അത്രയും സ്നേഹമാണ്. ഉറപ്പാണ്. എനിക്ക് സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ അധ്വാനമൊന്നുമല്ല, എത്രയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഈ കണ്ണുകൊണ്ട് കണ്ട ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ കാതുകൊണ്ട് കേട്ട ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ നാവുകൊണ്ട് പറഞ്ഞ ഓരോ സെക്കൻഡിനും മറുപടി പറയണം. ഈ 3 ഇഞ്ച് നീളത്തിൽ രുചിച്ച ഓരോ രുചി അനുഭവങ്ങൾക്കും മറുപടി പറയണം. അല്ലേ? രുചി എന്ന് പറയണത് എന്താ? ഇവിടുന്ന് ഇവിടെ വരെയുള്ള 3 ഇഞ്ച് നീളം അല്ലേ? കേൾവി, കണ്ണ്, സംസാരം, കാല്, കൈ, ഇതിനൊക്കെ മറുപടി പറയണ്ടേ? എന്നാലോ സ്പെഷ്യലായി ഈ ലോകത്തേക്ക് വന്ന കുട്ടിക്ക് എന്തെങ്കിലും മറുപടി പറയണം. അവന് സ്പെഷ്യലാണ്, അവൻ്റെ യാത്രയൊക്കെ സ്പെഷ്യലാണ്. അപ്പോൾ ഈ ചടങ്ങിലേക്ക് ഇവിടെയുള്ള മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ വന്നാൽ അദ്ദേഹത്തെ നമ്മൾ എന്താ പറയുക? സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുക അല്ലേ? അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറത്ത് എഴുതി വെക്കും, അവിടെയുള്ള സെക്യൂരിറ്റിക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ്. ഇതാണ് ഈ കുഞ്ഞ്. അപ്പം അവരോട് പറഞ്ഞു കൊടുത്തു, പടച്ചവൻ അത്രയും സ്നേഹത്തോടെ സൃഷ്ടിച്ച ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കും? ആരെയെങ്കിലും ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നല്ലോണം സ്നേഹത്തോടെ ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരാളുടെ കയ്യിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പടച്ചവൻ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ 2 അതിന് പറ്റുന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്. അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുത്തില്ലല്ലോ. അപ്പുറത്ത് കൊടുക്കാത്ത എന്തുകൊണ്ടാ? നിങ്ങളുടെ കയ്യിൽ ആ കുട്ടി അത്രയും സുരക്ഷിതനാകുന്നുള്ളതുകൊണ്ടാണ് എന്നവരോട് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്ത് ആ കുട്ടിയെ 2 ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് പോകുന്നത്. അന്ന് രാത്രി അവള് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്രേ, നമ്മളെ കുട്ടിയെ നമുക്ക് തന്നെ കിട്ടിയത് നന്നായില്ലേ, വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ? അവനൊരു ഭാരമായിട്ടല്ലേ അവർക്ക് തോന്നുക. നമുക്കിത് ഭാരമല്ലല്ലോ, നമുക്കിത് ഭാരമല്ലല്ലോ. ഓട്ടിസമുള്ളൊരു അനുജനെ തോളിലേറ്റി ഇങ്ങനെ പോകുന്നൊരു പെൺകുട്ടിയുടെ കഥയുണ്ട്. ഈ അനുജൻ നല്ല തടിയുണ്ട്, ഇവളത്ര തടിയൊന്നുമില്ല. അവനെ ഇങ്ങനെ വാരി പിടിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു പോവാ. അപ്പോൾ വഴിയിലുള്ള ഒരാൾ പറഞ്ഞത്രേ, മോളെ നിൻ്റെ കയ്യിലുള്ള ഈ ഭാരം നിനക്ക് താങ്ങാൻ കഴിയുന്നതല്ല, നിനക്ക് താങ്ങാവുന്നതിലേറെ വലിയ ഭാരമാണ്. അപ്പോൾ അവളിങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഭാരമല്ല, എൻ്റെ അനുജനാണ്. ഇത് ഭാരമല്ല, എൻ്റെ അനുജനാണ്. സ്നേഹം ഉണ്ടെങ്കിലേ ഒന്നും ഭാരമല്ല, സ്നേഹം ഇല്ലാതായാലോ ഒക്കെ ഭാരമാണ്. സ്നേഹമുള്ള സമയത്ത് നമ്മൾ ചെയ്തതൊക്കെ എത്ര സന്തോഷത്തോടെയായിരുന്നു. ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളോട് സ്നേഹം കുറഞ്ഞാലോ അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നാ തോന്നുക അല്ലേ? നമ്മൾ അയാളോട് തന്നെ പറയും, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് കണക്ക് നമ്മളിങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങും. അത് ചെയ്ത സമയത്തോ ആ കണക്കൊന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാ? സ്നേഹം ഉണ്ടാകുമ്പോൾ ഭാരമില്ല, സ്നേഹം കുറയുമ്പോഴോ ഒക്കെ ഭാരമായിട്ട് മാറാൻ തുടങ്ങും അല്ലേ?
സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു കാര്യമാണ്, ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? ശ്രദ്ധ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാലോ, എന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് നോക്കുക എന്താ? അപ്പം പിന്നെ കണ്ണാടി നോക്കാറില്ലല്ലോ അല്ലേ? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോയിൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാറുള്ളത് എന്താ? നമുക്കിഷ്ടമില്ലാത്തതാണ് നോക്കുക. നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ സൂം ചെയ്ത് നോക്കും. ഇത് വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടാവുക? ഉണ്ടാവുക? ഉണ്ട്. ആരാന്നറിയോ? നമ്മളെ അത്രയും സ്നേഹിക്കുന്ന മനുഷ്യൻ. പക്ഷെ അയാളത് നോക്കണത് എന്തിനാണെന്നറിയോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. നമ്മുടെ മുഖത്തൊരു മറുകോ ഇതൊക്കെയാണല്ലോ മനുഷ്യൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പം മറുകൊക്കെ നമുക്കൊരു പ്രയാസമാണെങ്കിൽ അയാൾക്കത് അത്ര ഇഷ്ടമായിരിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ എന്നാണ്. ഒരാൾക്ക് കൊടുക്കുന്ന, ഒരാളുടെ ഓരോ അംശത്തെയും, ഓരോ സന്ദർഭത്തെയും, ഓരോ അവസ്ഥകളെയും, ഓരോ മൂഡ് സ്വിങ്സിനെയും മറ്റൊരാൾ ശ്രദ്ധിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അതാണ് നീ തരും കരുണാകരം, ഇവിടമോ ശരണാലയം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ കൊയിലാണ്ടിയിൽ, യൂനുസ് എന്നാണ്. അവന് ഇതേപോലെ വലിയൊരു സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നട്ടെല്ല് പൊട്ടിക്കിടക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. കുറേ മുമ്പാണ്. അന്ന് ഇതേപോലെ ഇത്ര സംഘടനകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അങ്ങനെ അവരൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാരൻ്റെ പേര് ബാബു എന്നായിരുന്നു. ബാബുവിന് ആരുമില്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അവർക്ക് പട്ടിണിയാണ് പല ദിവസങ്ങളും, ഭക്ഷണമില്ല, അവർക്ക് മരുന്ന് കിട്ടുന്നില്ല, നല്ല ബെഡില്ല, നല്ലൊരു വീടില്ല. അങ്ങനെ അപ്പോൾ യൂനുസും അവൻ്റെ ചങ്ങാതിമാരും ബാബുവിനെ ഏറ്റെടുത്തു. ബാബുവിന് വേണ്ടതൊക്കെ അവർ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ബാബു യൂനുസിൻ്റെ കയ്യിലേക്ക് ഒരു സാധനം ഇങ്ങനെ കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, യൂനുസ് ഭായി ഇതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. തലയിണയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട്. അപ്പം യൂനുസ് ചോദിച്ചു, ഇത് എന്താണ് ബാബു? അപ്പോൾ ബാബു എന്താ പറഞ്ഞതെന്നറിയോ? യൂനുസ് ഭായി, എനിക്ക് ആകെയുള്ളത് ഒരമ്മയും ഞങ്ങൾക്കൊരു പശുവും. ഈ അമ്മയോ പശുവോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തലയിണയുടെ താഴെ വെച്ച വിഷത്തിൻ്റെ കുപ്പിയാണ്. പക്ഷെ ഇനി എനിക്കത് ആവശ്യമില്ല, നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഭയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലേ, ഭയം എന്ന വാക്കിൻ്റെ വിപരീതം എന്താണെന്നറിയോ? അഭയം. ഇലു, നൂറുകണക്കിന് മനുഷ്യർക്ക് അഭയമാണ്. സ്പെഷ്യലായൊരു കുട്ടിയെ കിട്ടിയ രക്ഷിതാക്കളുടെ ഏറ്റവും കൂടുതൽ അവർ പറയാറുള്ള വാക്ക് എന്താണെന്നറിയാം? ഞങ്ങളില്ലാതായാൽ ഞങ്ങളുടെ കുട്ടിക്ക് ആരാണുള്ളത്? നിങ്ങളില്ലാതായാൽ നിങ്ങളുടെ കുട്ടിയെ വാരിയെടുത്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥാപനമുണ്ട് ഈ നാട്ടുകാർക്ക്. അതാണ് ഭയം എന്ന വാക്കിൻ്റെ വിപരീതം അഭയം എന്നാണ്. ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതം അഭയം എന്നാണ്. ഒരഭയം ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് പിന്നെ ഭയം ഇല്ലാതായി. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.